നമ്മൾ ഒരാളെ ഒരുപാടൊക്കെ അങ്ങ് സ്നേഹിച്ചു, ഒരുപാടൊക്കെ അങ്ങ് പ്രണയിച്ചിട്ടും അയാൾക്കൊക്കെ നല്ലപോലെ മനസ്സിലായിട്ടും അയാൾ തിരിച്ചതിനൊന്ന് റെസ്പോൺസ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, അപ്പോൾ അയാൾക്ക് നല്ലപോലെ അറിയാം നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന ഉള്ള കാര്യമൊക്കെ, പക്ഷേ എന്നിട്ടും അയാൾ റെസ്പോൺസ് ചെയ്യാതെ ഇരുന്നിട്ടും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ച് സ്നേഹിക്കാത്തതിൽ ഒരുപാട് വിഷമമുള്ള ആൾക്കാർ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഡിപ്രസ്ഡ് ആണ് അതിന് വേണ്ടി, പക്ഷേ നിങ്ങൾക്ക് രക്ഷപ്പെടാനേ പറ്റുന്നില്ല. അയാൾ തിരിച്ച് എന്തായാലും സ്നേഹം കിട്ടിയാലേ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് നിമിഷമായിട്ട് ഒരു കാര്യം ചോദിച്ചു, നിമിഷ നേരം കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ സ്നേഹിച്ചു, ഒന്നായി, നിങ്ങൾ 2-3 ദിവസം നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ചൊക്കെ ജീവിച്ചെന്ന് വിചാരിച്ചു. 3-ാമത്തെ ദിവസം ഈ സ്നേഹിച്ച ആളങ്ങ് മരിച്ചത്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആണാണ് പെണ്ണെ വിചാരിക്കും, പെണ്ണാണെങ്കിൽ ആണിനെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം അയാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് നിങ്ങൾ പണ്ടത്തെ കൂട്ട് സതിയുടെ കൂട്ട് ചതയിലെടുത്ത് ചാടി അങ്ങ് ചാവുമായിരുന്നു. അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിലും സ്വന്തമായി കഴുത്ത് മറത്തോ അല്ലെന്നുണ്ടെങ്കിൽ തൂങ്ങി അങ്ങ് ചാവുമായിരുന്നു. അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അപ്പം നമ്മൾ ഒരാൾ മരിക്കുന്നതിന് തുല്യം തന്നെയാണ് അയാൾ നമുക്ക് റെസ്പോൺസ്, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അയാളുടെ സാന്ത്വനം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അയാൾ റെസ്പോൺസ് ചെയ്യാത്തടത്തോളം കാലം അയാൾ മരിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തായാലും ഒരു ജീവിതത്തിൽ 2 പേര് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചു കഴിഞ്ഞാലും ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യം ഒരാൾ തന്നെ ആയിരിക്കും, മരിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും ആദ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് അതിനനുസരിച്ച് ഇപ്പോൾ ജീവിക്കാൻ നോക്കി, അടിപൊളിയായിരിക്കും.